അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ അവഗണിച്ചുകൊണ്ട് ധിക്കാരം പ്രവർത്തിക്കുന്നവരെ അള്ളാഹു പെട്ടെന്ന് തന്നെ ശിക്ഷിക്കുകയില്ലെന്നും എന്നാൽ അള്ളാഹു നിശ്ചയിച്ച സമയത്ത് ശിക്ഷ ഇറങ്ങുക തന്നെ ചെയ്യുമെന്നുമാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. അതിന് ഉദാഹരണമായി അള്ളാഹു ശിക്ഷിച്ച കഴിഞ്ഞകാല സമൂഹങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്ന് പഠിക്കുന്ന 59-ാമത്തെ ആയത്തിൽ. വളരെ ചെറിയ ഒരു ആയത്താണിത്. തിൽക്കൽ ഖുറ, ആ നാടുകൾ. തിൽക്ക എന്നത് ഒരു സംഗതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്ന ശൈലിയാണ്. ഖുറ എന്നത് ഖറിയത്തിൻ്റെ ബഹുവചനമാണ്, നാടുകൾ എന്നർത്ഥം. അതാ നോക്കൂ, ആ നാടുകൾ എന്നാവും അപ്പോൾ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞു പോയ ആ വമ്പൻ നാടുകളെക്കുറിച്ച്, ആ നാട്ടിലെ സമൂഹങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ എന്നാണ്. ആദ് സമുദായം, സമൂദ് സമുദായം, ലൂത്ത് നബിയുടെ ജനതയായ സദൂം തുടങ്ങിയ ആ വമ്പൻ ജനസമൂഹങ്ങളുടെ കാര്യം ചിന്തിച്ചു നോക്കൂ. ഈ ജനസമൂഹങ്ങളുടെ ചരിത്രം മക്കയിലെ അറബികൾക്ക് സുപരിചിതമായിരുന്നു. അവർ കച്ചവടത്തിനും മറ്റും യാത്ര ചെയ്യുന്ന വഴിയിലായിരുന്നു അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറക്കപ്പെട്ട ഈ നാടുകൾ സ്ഥിതി ചെയ്തിരുന്നത്. ആ നാടുകളിലൂടെയായിരുന്നു അവർ സ്ഥിരം യാത്ര ചെയ്തിരുന്നത്. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ വ്യക്തമായ അടയാളങ്ങൾ അവിടങ്ങളിൽ അവർ എപ്പോഴും കാണുന്നതാണ്. അതുകൊണ്ട് ആ നാടുകൾ എന്ന് പറയുമ്പോൾ മക്കയിലെ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുപരിചിതമായ സമൂദ്, ആദ്, സദൂം തുടങ്ങിയ നാടുകളാണ്. എന്നാൽ അള്ളാഹു ശിക്ഷയിലൂടെ നശിപ്പിച്ച എല്ലാ നാടുകളും ഇതിൽപ്പെടും. വതിൽക്കൽ ഖുറ, ആ നാടുകൾ അഹ്ലക്നാഹും, നാം അവയെ നശിപ്പിച്ചു. ആ നാടുകളെയും ആ നാട്ടിലുള്ളവരെയും അള്ളാഹു ശിക്ഷയിലൂടെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. എപ്പോൾ? ലമ്മ വലമു, അവർ അതിക്രമം പ്രവർത്തിച്ചപ്പോൾ. സത്യനിഷേധം, ധിക്കാരം, പ്രവാചകന്മാരെ തള്ളിക്കളയുക തുടങ്ങിയ അതിക്രമങ്ങളാണ് അവർ പ്രവർത്തിച്ചത്. അവർക്ക് ഏറെക്കാലം താക്കീതും മുന്നറിയിപ്പും നൽകിയെങ്കിലും അവർ ധിക്കാരത്തിൽ തന്നെ തുടർന്നപ്പോൾ അള്ളാഹു അവർക്ക് നിശ്ചയിച്ച സമയത്ത് അവരുടെ മേൽ അവൻ്റെ ശിക്ഷ അവൻ ഇറക്കി ആ നാടുകളെ പൂർണ്ണമായി നശിപ്പിച്ചു. ആ നാടുകളിലെ സത്യവിശ്വാസികളോട് അവരുടെ പ്രവാചകന്മാരോടൊപ്പം ആ നാടുകളിൽ നിന്ന് മാറി നിൽക്കാൻ നിർദ്ദേശം നൽകിയ ശേഷം ആ നാടുകളെയും അതിലെ സത്യനിഷേധികളെയും പൂർണ്ണമായി നശിപ്പിക്കുകയാണ് അള്ളാഹു ചെയ്തത്. വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ, അവരുടെ നാശത്തിന് നാം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ആ നിശ്ചയിച്ച സമയത്താണ് അള്ളാഹു അവർക്ക് ശിക്ഷ ഇറക്കിയത്. സമയമെത്തിയപ്പോൾ പിന്നെ മുന്നറിയിപ്പൊന്നുമില്ലാതെ അതങ്ങ് സംഭവിക്കുകയായിരുന്നു. എന്നാൽ അവർ ധിക്കാരത്തിൽ തുടർന്നാൽ ശിക്ഷിക്കപ്പെടും എന്ന് നിരന്തരമായി പ്രവാചകന്മാരിലൂടെ മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ് അവരെ ഒടുവിൽ ശിക്ഷിച്ചത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഈ നടപടിക്രമങ്ങൾ വിശദീകരിച്ചത് അതിൽ നിന്ന് മനുഷ്യർ പാഠം പഠിച്ച് നേർമാർഗം പ്രാപിക്കുവാൻ വേണ്ടിയാണ്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമ്മുടെ അറിവിൽപ്പെട്ടതല്ലെന്നും അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾ അവൻ്റെ അപാരമായ അറിവനുസരിച്ച് സംഭവിക്കുന്നതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ മാർഗത്തിലുണ്ടാവുന്ന പ്രതിസന്ധികളെ ക്ഷമയോടുകൂടി നേരിടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇസ്ലാമിക പ്രബോധകർക്കും പാഠമായി കൊണ്ടുകൂടിയാണ് ഇതൊക്കെ വിവരിക്കുന്നത്. അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന രൂപത്തിൽ, അത് കൂടുതൽ വ്യക്തമാവുന്ന രൂപത്തിൽ മൂസാ നബിയുടെയും അള്ളാഹുവിൻ്റെ ഉത്തമനായ ഒരടിമയുടെയും ചരിത്രം പറയുകയാണ് ഇനിയുള്ള ഏതാനും ആയത്തുകളിൽ. മൂസാ നബി അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ദീർഘയാത്ര നടത്തുകയും ഒടുവിൽ അള്ളാഹു പ്രത്യേകം അറിവുകൾ നൽകി അനുഗ്രഹിച്ച അള്ളാഹുവിൻ്റെ ഉത്തമനായ ഒരടിമയുമായി കണ്ടുമുട്ടുകയും മൂസാ നബിക്ക് മനസ്സിലാവാത്തതും ഉൾക്കൊള്ളാൻ കഴിയാത്തതുമായ കാര്യങ്ങൾ അദ്ദേഹം പ്രവർത്തിക്കുന്നതും അപ്പോൾ മൂസാ നബി അക്ഷമനാവുന്നതുമായ ആ ചരിത്ര സംഭവമാണ് ഇനിയുള്ള ഏതാനും ആയത്തുകളിൽ വിവരിക്കുന്നത്. ഇൻഷാ അള്ളാഹ് അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.